ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെ കൃഷികൾ ചെയ്യാൻ പറ്റും അതിനെപ്പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ എൻ്റെ ഗാർഡനിലെ ചെടികളും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പച്ചക്കറികൾ മെയിനായിട്ട് ഈ ഒരു കൃഷി ഇറക്കേണ്ട ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ നടേണ്ട മിക്കതും നമുക്ക് ഈ സമയത്ത് നടാൻ പറ്റുന്നതാണ്. നല്ല വേനൽ മഴയെ അപേക്ഷിച്ചിരിക്കും നമ്മുടെ ആ ഒരു കൃഷി നല്ലതുപോലെ വരുന്നത്. ഇപ്പോൾ മഴ പെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പേ നടുന്നതായിരുന്നു നല്ലത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ വേണമെങ്കിലും നടാൻ തുടങ്ങാം. ലിൻസീസ് ലിങ്ക് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഗാർഡനിലേക്ക് പോകാം. ഇത് നല്ല പുതിയ പൂക്കൾ വന്നതാണ്. ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നോർത്തു. എന്ത് രസമല്ലേ. എല്ലാവരും ചെടികളും ഒക്കെ ഇപ്പോൾ നടുകയാണെങ്കിൽ നല്ലതാണ്. ഇത് കണ്ടോ, മൾബറിയൊക്കെ നല്ലതുപോലെ കായ്ച്ച് നിൽക്കുകയാണ്. മൾബറി നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു, മൾബറി കമ്പ് മുറിച്ച് നട്ടാൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അങ്ങനെ പിടിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ നമുക്ക് നടാൻ പറ്റിയതാണ് ഈ മഞ്ഞൾ, ഇഞ്ചിയൊക്കെ നടാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഗ്രോ ബാഗിൽ വേണമെങ്കിൽ ഗ്രോ ബാഗിൽ ഇത് കണ്ടില്ലേ, ഇതേപോലെ മുള വന്നിരിക്കുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിയെടുത്തതിന് ശേഷം നട്ടു വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഗ്രോ ബാഗിലൊക്കെ ഈ മഞ്ഞളിൻ്റെ കൃഷി വളരെ സക്സസ്ഫുള്ളായിട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. നമുക്കും ഇതേപോലെ നല്ല മഞ്ഞൾ, എസ്പെഷ്യലി ഒട്ടും വിഷമില്ലാത്ത മഞ്ഞൾ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് ചെറിയൊരു പീസ് മഞ്ഞൾ മതി നമുക്ക് ഒരു ഗ്രോ ബാഗിൽ നടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് നട്ടു വെക്കാൻ പോവുകയാണ്. ചെറുതായിട്ട് നല്ലതുപോലെ വളമൊക്കെ നിറച്ച ഒരു മണ്ണ് നിറച്ച ഗ്രോ ബാഗാണ്. എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് നിറച്ച ഒരു ഗ്രോ ബാഗാണ്. അതുപോലെ ചെറിയതായിട്ടൊരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു മുളയുള്ള മഞ്ഞളിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ചെറിയൊരു മുളയുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കിളിച്ച് വരും. അതുപോലെ തന്നെ നമുക്ക് ഗ്രോ ബാഗിൽ പച്ചമുളക്, ഇത് നമ്മുടെ ഒരു മെലണാണ്, ഇതിൻ്റെ സീഡ് ഇട്ട് പെട്ടെന്ന് തന്നെ കിളിച്ച്, എല്ലാം കൂടെ ചുമ്മാതെ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താണ്. അപ്പോൾ തന്നെ കണ്ടില്ലേ ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ നല്ലതുപോലെ പച്ചമുളകിൻ്റെയൊക്കെ വിത്തിട്ട് കൊടുക്കുക. ഗ്രോ ബാഗിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ കിളിച്ച് വരുന്നതാണ്. അതുപോലെ തക്കാളിയുടെ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കളകളും കയറി വരുന്നുണ്ട്. അതെല്ലാം പറിച്ച് മാറ്റാൻ സമയമായി. ഇതൊക്കെ ഉടൻ തന്നെ പറിച്ച് കളയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ തക്കാളിയൊക്കെ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നല്ലതുപോലെ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ കറി വെക്കാൻ വാങ്ങുന്ന തക്കാളി തന്നെ മുറിച്ച് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ ഇഷ്ടംപോലെ തൈകൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ തക്കാളിയുടെ അകത്തെ ആ കുരു എടുത്ത് ഒന്ന് പാകിയാൽ മതി. വളരെ നല്ലതുപോലെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പയറാണ്. പയർ ഞാൻ പാകിയത് ഇത് നല്ലതുപോലെ കിളിച്ച് ഗ്രോ ബാഗിലാണ് നട്ടത്. അത് ഞാനിത് പറിച്ച് മാറ്റി നട്ടതാണ്. പയറൊക്കെ പാകിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നട്ട് ഒന്ന് കിളിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നല്ലപോലെ കുറച്ച് എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ പയർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുവരെ ആരും നട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ പയറിൻ്റെ വിത്തൊക്കെ ഒന്ന് ഇടുക. അത് നല്ലതുപോലെ കിളിച്ച് നമുക്ക് അറ്റ്ലീസ്റ്റ് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് പയർ, അതുപോലെ വെണ്ട, തക്കാളി, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് ഏപ്രിൽ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികളാണ്. നിങ്ങൾക്ക് മണ്ണില്ല എങ്കിൽ ഗ്രോ ബാഗിൽ നടുക. ഗ്രോ ബാഗിൽ നട്ടാലും വളരെ നല്ലതുപോലെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇത് ചെറിയുടെയാണ്. ചെറിയൊക്കെ ഇപ്പോൾ പൂത്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൂത്ത് കഴിഞ്ഞ് കണ്ടില്ലേ പൂത്ത് വരുന്നുണ്ട്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കുറച്ചൊക്കെ എനിക്ക് ചെറി കിട്ടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പറിക്കുന്നുമുണ്ട്. നല്ല മധുരമുള്ള ചെറിയാണിത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചെറിയാണിത്. ഇപ്പം ഇതിനകത്തുണ്ട്, 1-2 എണ്ണം ഉണ്ട്. കുറേ പറിച്ചാണ്, ഒരുപാട് ചെറി പറിച്ച് എടുത്തതാണ് ഇതിൽ നിന്ന്. ഇതിൻ്റെ സീസൺ എനിക്ക് തോന്നുന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നാലും പൂത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കംപ്ലീറ്റ് നമ്മുടെ എല്ലാ സീസണിലും ഇതിൻ്റെ അകത്ത് ചെറി ഉണ്ടാകുന്ന ടൈപ്പാണിത്.
ഇതൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊരു കുഞ്ഞു തൈയായിരുന്നു. ഇതിപ്പം വളർന്ന് ഇത്രയും വലുതായതാണ്. ഇതിൻ്റെ ചുവട്ടിലെല്ലാം കളയുണ്ട്. ഇതെല്ലാം ഇപ്പം മഴയായത് കാരണം ഒത്തിരി കാടങ്ങ് കിളിച്ചു വന്നു. ഇനി ഇതെല്ലാം വൃത്തിയാക്കേണ്ടതാണ്. നമുക്ക് ഇതിന് എല്ലാം വളമിട്ട് കൊടുക്കുന്നതാണ്. എല്ലുപൊടിയാണ്, ചാണകപ്പൊടിയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയാണ് ചേന. കണ്ടോ, ചേന കിളിച്ചു വരുന്നുണ്ട്. ചേന നമ്മൾ വലിയ ചേന നമുക്ക് വിളവെടുക്കണമെങ്കിൽ നമ്മുടെ മുളയുള്ള ചേന നോക്കി, ഇത് വലിയ കഷ്ണം നോക്കി വേണം നമ്മൾ കുഴിച്ചിടാൻ. എത്ര വലിയ പീസ് നമ്മൾ നടുന്നോ അതിനനുസരിച്ച് നമുക്ക് വലിപ്പമുള്ള ചേന കിട്ടും, അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ചേന നമ്മൾ നടുമ്പോൾ ഒത്തിരി മണ്ണിൻ്റെ അടിയിലോട്ട് വെക്കാതെ മണ്ണിന് മുകളിൽ ചേനയുടെ വലിയ കഷ്ണം വെച്ചതിന് ശേഷം കുറേ കരിയിലയും ഒക്കെ ഇട്ട് മൂടി അതിന് മുകളിൽ കുറച്ച് മണ്ണും മാത്രം ഇട്ടാണ് നമ്മൾ ചേന നടേണ്ടത്. ആ ചേന നടുന്ന രീതിയൊക്കെ ഞാൻ പിന്നീട് ഒരിക്കലൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഒരിക്കലും നമ്മൾ കൊണ്ട് മണ്ണിൻ്റെ അടിയിലേക്ക് കൊണ്ട് ഡീപ്പായിട്ട് കുഴിച്ച് വെക്കരുത്. എപ്പോഴും ചേന മണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് കരിയിലയൊക്കെ ഇട്ട് മൂടി കുറച്ച് മണ്ണും വളവും ഇട്ടാണ് നമ്മൾ ചേന നടേണ്ടത്. ഉണ്ടല്ലോ, ഇപ്പോൾ ചേന കിളിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും നട്ടാലും മതി. ഇപ്പം മഴ തുടങ്ങുന്നതേ ഉള്ളൂ. അന്നേരം നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ചേന നടാൻ പറ്റും. അതുപോലെ തന്നെ വാഴ കണ്ടില്ലേ, വാഴയൊക്കെ കുറേ കുഞ്ഞ് തൈകളും കിളിച്ചു വരുന്നുണ്ട്. വാഴ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല വിത്ത്, വാഴ വിത്ത് നോക്കി വാങ്ങി വെക്കുക. അത് നല്ല ഒരു റെപ്യൂട്ടഡായ ഒരു സ്ഥലത്ത് പോയി നല്ല വിത്ത് നോക്കി വാങ്ങുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലയിടത്തെ വിത്തുകളൊന്നും അത്ര നല്ലതല്ല, ക്വാളിറ്റി ഇല്ലാത്ത വിത്തുകൾ നടുന്നത് മൂലമാണ് നമുക്ക് നല്ല വാഴക്കൊലയൊന്നും കിട്ടാത്തത്. അതുപോലെ തന്നെ ആ കറക്റ്റ് സമയമാകുമ്പോൾ വാഴയ്ക്കുള്ള വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ചേനയ്ക്കും ഒക്കെ ആവശ്യമായ വളം ആ സമയാസമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാം കളയെടുത്ത് മാറ്റുകയാണ്. കള പറിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വളമിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാട് പറിച്ച് കഴിഞ്ഞ് വളമിടാം, അല്ലെങ്കിൽ കാടെല്ലാം കൂടെ നമ്മുടെ വളം വലിച്ചെടുക്കും. കളകൾ അതുകൊണ്ട് പറിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ വളമിട്ട് കൊടുക്കണം. അങ്ങനെ സ്ഥലം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളമിട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ഈ പച്ചിലകളെല്ലാം കൂടെ പറിച്ച് വെച്ച് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ആ വളവും നമുക്ക് നാച്ചുറലായിട്ട് ഈ ചേനയ്ക്കും കപ്പയ്ക്കും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾക്കും ഒക്കെ പച്ചക്കറികൾക്കും ഒക്കെ ഈ പച്ചില വളവും വളരെ നല്ലതാണ്. ഇതൊക്കെ ഇട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തെങ്ങിനൊക്കെ ഇത് കണ്ടില്ലേ, മെയിനായിട്ട് വരുന്നൊരു രോഗമാണ് ഈ കൊമ്പൻ ചെല്ലിയുടെ അറ്റാക്ക്. അതേപോലെ മണ്ടരി, ഇതൊക്കെ വന്ന് നമ്മുടെ തെങ്ങ് ഇത് കണ്ടോ നശിച്ചു പോയതാണ്. പക്ഷെങ്കിൽ ഇതിന് ഇപ്പോൾ നമ്മൾ വളം ആയിട്ട് മെയിനായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കേണ്ടത് നല്ലപോലെ 1 കിലോ ഉപ്പ്, 1/2 കിലോ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊമ്പൻ ചെല്ലിയുടെ ആ ഒരു ശല്യത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഈ ചെല്ലി അങ്ങ് പറന്നു പോയിക്കോളൂ. അതിൻ്റെ ഉപ്പുരസം കൊണ്ട് ഈ ചെല്ലി അങ്ങ് പറന്നു. കാരണം ഈ ചെല്ലി വരാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു മധുരമാണ് അതിൻ്റെ ആ കൂമ്പിന്. അതുപോലെ പ്ലാവിൻ്റെയൊക്കെ തൈകൾ ഇപ്പം നടുവാണെങ്കിൽ വളരെ നല്ലതാണ്. പ്ലാവ് കണ്ടില്ലേ, ഇത് കുറേ നാൾ കുഞ്ഞൊരു തൈ നട്ടതാണ്. ഇതിപ്പോൾ അങ്ങ് വളർന്ന് നല്ല വലിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതിനും ഇടയ്ക്കിടയ്ക്ക് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളർന്നു വരും. കണ്ടില്ലേ, നല്ല രസമുണ്ട്. അതിൻ്റെ ആ ഇലകളൊക്കെ കാണാൻ, ഇളം ഇലകളൊക്കെ കാണാൻ നല്ല രസമാണ്. പ്ലാവിൻ്റെ ഇലയും ഇപ്പോൾ ഓരോരുത്തർ തോരൻ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഈ ഇല എടുത്ത് തോരൻ വെച്ചായിരുന്നു. നല്ല മറ്റു ഇലകൾ തോരൻ വെക്കുന്ന പോലെ തന്നെയുള്ളൂ, നല്ലതാണ്. അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഒക്കെ തൈകൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് ആയുർ ജാക്ക് പോലുള്ള പ്ലാവിൻ്റെ തൈയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നല്ലപോലെ കായ്ക്കാനൊക്കെ സഹായിക്കും. കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. കീടങ്ങളുടെ ഒന്നും ആക്രമണമില്ല. വളരെ നല്ലപോലെ നിൽക്കുന്ന പ്ലാവൻ തൈകളാണ്. അതുപോലെ കൂട്ടുകാരൊന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് താഴെ ഇടാനും മറക്കരുത്. കണ്ടോ, അല്ലെ പ്ലാവും മാവും ഒക്കെ നല്ലതുപോലെ കായ്ക്കാനൊരു വിദ്യ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എപ്സം സോൾട്ട് നല്ലൊരു വളമാണ് നമ്മുടെ ഈ
പ്ലാവിനും മാവിനും ഒക്കെ. ഇത് കണ്ടില്ലേ, ഒരു കുഞ്ഞു മാവാണിത്. ഇത് പെട്ടെന്ന് തന്നെ കായ്ച്ച് ഇഷ്ടം പോലെ മാങ്ങ തന്നെയാണ്. കുറേ കിലോ കണക്കിന് മാങ്ങ തണ്ട് ഈ ഒരു ചെറിയ മാവിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡ് കഴിഞ്ഞു, എല്ലാം പറിച്ച് കഴിഞ്ഞുള്ള ഏറ്റവും അവസാനത്തെ മാങ്ങയാണിത്. ഇതൊരു നല്ല സേലം മാങ്ങയെന്ന് പറയും. നല്ല മണവും അതുപോലെ നല്ല രുചിയുമായിട്ടുള്ളൊരു മാങ്ങയാണ്. അതുപോലെ തന്നെ പറിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞും പുതിയ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല മാവാണിത്, കണ്ടില്ലേ? നല്ല ചെറിയ, ഒത്തിരി വലിപ്പമൊന്നുമില്ല, പക്ഷേ ആ ചെറിയ മാവിൽ നിന്ന് തന്നെ ഒരുപാട് മാങ്ങ ഉണ്ടായി പറിച്ചതാണ്. പൂക്കാനും തുടങ്ങിയിട്ടുണ്ട്. അത് മാവും പ്ലാവും ഒക്കെ കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. പെട്ടെന്ന് തന്നെ, എത്ര കായ്ക്കാത്തതാണെങ്കിലും പെട്ടെന്ന് തന്നെ കായ്ക്കാൻ അതൊക്കെ കുറേ ടിപ്സ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ പുകയ്ക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ അകത്തെ കീടങ്ങളൊക്കെ പറന്നു പോകാനും മാവ് പെട്ടെന്ന് പൂക്കാനും പുക വളരെ നല്ലതായിട്ട് സഹായിക്കും. അതുപോലെ എപ്സം സോൾട്ട് നിങ്ങൾ ഒരു ചിരട്ട വീതം ഒരു മാവിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പ്ലാവിൻ്റെ ചുവട്ടിൽ, തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പോട് കൂടി പുതിയ ഇലയും പുതിയ മാങ്ങയും ഒക്കെ വരാൻ സഹായിക്കും. ഇത് കണ്ടില്ലേ, ചെറിയൊരു തെങ്ങായിരുന്നു, ഇതിപ്പം നട്ട് നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ഉപ്പിട്ട് കൊടുക്കുക, കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂമ്പ് പുതിയ ഇലകൾ വരുന്ന ഭാഗത്തും ഒരു പിടി കല്ലുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊമ്പൻ ചെല്ലിയ അതിൻ്റെ ഒന്നും ആക്രമണം വരാതെ സഹായിക്കും. അതുപോലെ വെള്ളം നല്ല രീതിയിൽ ഈ വേനൽക്കാലത്ത്, പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസത്തിൽ തെങ്ങിനൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. നല്ലപോലെ നനവുണ്ടെങ്കിൽ മാത്രമേ തെങ്ങൊക്കെ നല്ലതുപോലെ കിളിച്ചു വരത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇലയൊക്കെ എത്ര നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വെയിലും ചൂടും കാരണമാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇലയുടെ അറ്റമൊക്കെ കരിഞ്ഞു പോകാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ പുല്ലൊക്കെ പറിച്ചു മാറ്റി ഇതിൻ്റെ ചുവട്ടിൽ നല്ലതുപോലെ നമ്മൾ മൾച്ചിങ് ചെയ്യുക. നല്ലതുപോലെ കരിയിലയൊക്കെ ഇട്ട് അതിൻ്റെ അടിഭാഗത്ത് നല്ല തണുപ്പ് കിട്ടത്തക്ക രീതിയിൽ വേണം തെങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ആ തണുപ്പ് കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് ഈ തെങ്ങ് നല്ലതുപോലെ കിളിച്ചു വരികയും ചെയ്യും. അതുപോലെ തന്നെ കാന്താരി തന്നെ കിളിച്ചു വന്നതാണ്. ഇഷ്ടം പോലെ കാന്താരി പറിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ അതിൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞു. അതുപോലെ ഒത്തിരി കാന്താരി പറിച്ചതാണ്. എന്നാലും കുറേ പറിക്കാതെ തന്നെ പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കാന്താരിയൊക്കെ പ്രഷർ കുറയാനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇതൊക്കെ അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പിന്നെ ഏപ്രിൽ മാസം നിങ്ങൾക്ക് ഇപ്പോൾ നടാൻ പറ്റിയാണ് കപ്പയുടെ കമ്പ് തണ്ട് മുറിച്ച് നല്ല വലിപ്പമുള്ള ഒരു പീസ് നോക്കി നട്ടു വെക്കുക. വളരെ നല്ല രീതിയിൽ കപ്പ പിടിക്കും. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വേനൽ മഴയുടെ ആ ഒരു ടൈം നോക്കി നടുക. അത് അങ്ങനെയാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട. മഴ ഇല്ല എങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ നന വേണം. നന ഇല്ല എങ്കിൽ ഉണങ്ങിപ്പോകാൻ നല്ലപോലെ പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം 1-2 ആഴ്ച നല്ലപോലെയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ ഞങ്ങൾ കപ്പ നടാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കും. ഓരോ സീസൺ നോക്കി നടത്തില്ല, ഓരോ മാസം മാറി മാറി നടും. കാരണം ഒരു ഓൾ സീസണിൽ നമുക്ക് കപ്പ കിട്ടത്തക്ക രീതിയിൽ വേണം നടാൻ വേണ്ടിയിട്ട്. കാരണം ഒരു മാസത്തെ ഇപ്പം നട്ടു, ഇത് കഴിഞ്ഞ് അടുത്തത് കുറച്ചുകൂടെ വലിപ്പമുള്ളത് കണ്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അന്നേരം ഇത് പറിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്തതായി കഴിയും. അതേ രീതിയിൽ വേണം നമ്മൾ കപ്പ നടാനായിട്ട്. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കപ്പ നമുക്ക് പറമ്പിൽ നിന്ന് പറിച്ചെടുക്കത്തക്ക രീതിയിൽ ആയിരിക്കും കപ്പ കിളിച്ചു വരുന്നത്. വാഴയൊക്കെ നല്ലപോലെ കിളിച്ച്, വാഴയ്ക്കും ഈ ഏപ്രിൽ മാസത്തിൽ നല്ല വേനൽക്കാലമാണ്. നല്ലതുപോലെ ചുറ്റും പൊതയിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. വെള്ളം വളരെ അത്യന്താപേക്ഷിതമാണ്. മഴയില്ല എങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരാഴ്ചയായിട്ടൊക്കെ മഴ കിട്ടുന്നുണ്ട്. മഴ കുറഞ്ഞു കഴിയുമ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് പ്രത്യേക അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണ്. വെള്ളത്തിൻ്റെ കാര്യം എല്ലാത്തിനും നനച്ചു കൊടുക്കണം. ഈവൻ ചേനയ്ക്കും ചേമ്പ് വരെ നടാൻ പറ്റിയ സമയമാണിത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.